ഫ്രണ്ട്ലി ആയിട്ടുള്ള അച്ഛനും മോളും അമ്മയൊക്കെ എന്താ പറയാ അഴുക്ക് തന്ന കൊച്ചിനേക്കാൾ മോശം. കമന്റ് അതാണ് തന്നേക്കാൾ മോശം. അപ്പം ലവ് സ്റ്റോറിയാണ്, ലവ് മാരേജ് ആണ്. ലവ് അറേഞ്ച്. എത്ര നാളത്തെ പ്രണയമായിരുന്നു? 8 വർഷത്തെ പ്രണയത്തിന് ശേഷം കല്യാണം. എന്റെ ചേട്ടന്റെ വീട് കഴിഞ്ഞ് 4ാമത്തെ വീടാണ് എന്റെ വീട്. അപ്പൊ കുറച്ച് ഈസി ആയല്ലോ. ഈസി, അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. അടുത്തടുത്തല്ലേ? അമ്മ പറയും സ്കൂളിൽ പോകുമ്പോൾ മോളെ നോക്കിപ്പോണേ. പിന്നെ നേരെ പ്രപ്പോസ് ചെയ്ത് പുള്ളി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോ 3 ദിവസമോ പോച്ചേച്ച് അപ്പൊ തന്നെ വന്നു. അല്ല നീ ആര്? അല്ലെങ്കിൽ ആൾക്കാർ അത്ര പെട്ടെന്ന് പോയേ. ആരാ കോഴി? ആ വീട്ടിൽ വന്നിട്ട് എനിക്ക് എന്ത് യോഗ്യത ഇവളെ കെട്ടാനൊക്കെ ചോദിച്ചു. അന്നേ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു പറ്റുന്ന ഫോൺ വിളിച്ചപ്പോ അവരെ കൊണ്ട് മരുമോനെ വിളിപ്പിക്കൂ. ഇവളെ അച്ഛ അടിക്കാൻ ഓടിച്ച വഴിയിൽ ഇപ്പൊ ജാനിയെ കൊണ്ട് നടക്കും. എന്റെ റൂമിൽ നിന്നൊക്കെ പൊക്കിയിട്ടുണ്ട്. അങ്ങനത്തെ കഥയൊക്കെ ഉണ്ട്. മാസം ഏകദേശം എത്ര വരുന്നുണ്ട് റവന്യൂ? പറഞ്ഞ പാടില്ലല്ലോ. ഒരു 5-6 ലക്ഷം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. തൊപ്പിയാണോ? തൊപ്പിയാണോ? തൊപ്പി. ഫുഡ് കഴിച്ചാ? കഴിച്ചാ? എന്ത് കഴിച്ചു? എന്ത് കഴിച്ചു? ചായ കുടിച്ചാ? ചപ്പാത്തിയോ? എടുക്ക, വീഡിയോ എടുക്ക. ചിരിക്ക്. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് എൻ്റെ ഗസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കപ്പിൾസ് ആണ്. ആൻഡ് അവരുടെ വീഡിയോസിന് ഇപ്പോൾ മില്യൺസ് ആൻഡ് മില്യൺസ് വ്യൂസ് ആണ്. അവർ മാത്രമല്ല, അവരുടെ ഒരു കുട്ടി കുറുമിയും കൂടി ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. കിഗോ കപ്പിൾസ്. കിഗോ 22. എന്താ 22? ഡേറ്റ് ഓഫ് ബർത്ത് സെയിം. ചേട്ടന്റെ ഡേറ്റ് ഓഫ് ബർത്തും എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് 22 ഡേറ്റ് സെയിം. മന്ത് വേറെ. ഇവള് ഇയർ 2022 2022. അപ്പൊ 22. ഇവള് 27 ഡേറ്റ് ഓഫ് ബർത്ത്. 22 നടന്നില്ല. ജാനിക്ക് എന്തോരം ഫാൻസാ, എന്തോരം ഫാൻസാ. ചിരിച്ചേ ഹായ് പറ. ഹായ് പറഞ്ഞേ. ഇതാ ഫോണാ? ഫോട്ടോ എടുക്കാനാ? ഞാൻ ഫോട്ടോ എടുക്കാം. ചിരിച്ച് കൈയിട്ടിരുന്നു ഫോട്ടോ എടുക്കട്ടെ. ചിരിക്കോ? ഹായ് പറ. റീൽ എടുക്കാം. ചിരിച്ചു കൊടുക്ക്. ചിരിക്ക്. ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. കുറച്ചൊന്നും എല്ലാരും ഇപ്പോഴല്ലേ കാണുന്നത്. ഇന്നലെ നമ്മള് രാത്രി ഡിലേ ആയി ഉറങ്ങിയപ്പോ അതിന്റെ ഈ വീഡിയോസിലൊക്കെ എങ്ങനെയാ മാൾ ഇത്ര ആക്റ്റീവ് ആക്കി എടുക്കുന്നത്? വീട്ടിലൊക്കെയാണ് ഒരിടത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന സ്വഭാവമില്ല, ഇറുവി കൂടിയിരിക്കുന്ന സ്വഭാവം. ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കാം. എനിക്ക് തോന്നുന്നു ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള അച്ഛനും മോളും അമ്മയൊക്കെ എന്താ പറയാ അഴുക്ക് തന്ന കൊച്ചിനേക്കാൾ മോശം. കമന്റ് അതാണ് തന്നേക്കാൾ മോശം. നമുക്ക് എന്തായാലും നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങ് പോണ്ട. ജാനിക്കുട്ടി മണ്ണ് കളിക്കുന്നു. ഇത് നോക്കി. അച്ഛമ്മ കണ്ട കുട്ടിയൊന്നും കാണുന്നില്ല. ഇതാരാ? ആരാ നോക്ക്. ഇതാരാ? ജാനിയാണോ? ചിരിച്ച് അത് ഇവിടെ ഇരിക്കാവാ, നമുക്ക് ഇന്റർവ്യൂ എടുക്കാം. ഇതാരാ ഇത്?
ഇവിടെ വാ, നമുക്ക് അമ്മേനോട് അച്ഛനോട് 2 ചോദ്യം ചോദിക്കാം. വാ. അവിടെ ചേരണോ? അവിടെ ഇരിക്കേ അമ്മയ്ക്ക് ഹായ് പറ. ഫോൺ വേണോ? വീഡിയോ ആണോ? ഒന്ന് ഇവിടെ ഇരിക്കുക. ഡാൻസ് കളിച്ചേ. ബേബി ബേബി കളിക്കാൻ. ആരാ ഇതിൽ? ആരാ? ജാനിയാണോ? കടിക്കല്ലേ? ആണോ? കൊറേ ഇങ്ങനെ ടേക്ക് കൊറേ എടുക്ക പറയണോ ആളോട് ഇങ്ങനെ ചെയ്യാ അങ്ങനെ ചെയ്യുന്നൊക്കെ? മുന്നേ നമ്മളെ ഇവിടെ വെച്ച് വീഡിയോ ചെയ്യുമായിരുന്നു, ഞങ്ങള് മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോഴൊക്കെ പറയുമ്പോൾ കുറച്ച് ചെയ്യുമായിരുന്നു. ഇതിപ്പോ ഇവിടെ ചെയ്യുന്ന കാര്യം തന്നെ നമ്മളിങ്ങനെ വീഡിയോ ഇട്ട് ഇടുന്നതാണ്. എങ്ങനെ എടുക്കണേ? നിങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യൂ? നമ്മള് ഇപ്പൊ ലാസ്റ്റ് ഒരു മാവിന്റെ വീഡിയോ ഇട്ടായിരുന്നു. അത് മാവ് ഇവള് അത് കഴിഞ്ഞു, അതിനുശേഷം ഇൻട്രോ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. ബാക്കി ഉന്നി അടുത്ത വീഡിയോ ഒന്നും പ്ലാൻ അല്ല. ഈ ലാസ്റ്റ് മാവിന്റെ വീഡിയോ പ്ലാൻ. അത് അവള് മാവ് നശിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇൻട്രോ പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ എടുത്ത് ആൾക്ക് മനസ്സിലാവും ഇപ്പൊ നമ്മള് വീഡിയോസ് എടുക്കാണ്, ആൾക്കാർക്കൊക്കെ അറിയാം. നമുക്ക് ഓരോ ഷോട്ട് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാണാം. നമ്മള് വീഡിയോ എടുക്കുമ്പോ കൊണ്ട് കാണാൻ കാണിച്ചാന്ന് പറയാം. പിന്നെ വീണ്ടും അഭിനയിക്കും. ആള് വന്നതിന് ശേഷമാണ് നിങ്ങക്ക് കൂടുതൽ ഫാൻസ് തന്നെ? അങ്ങനെയായിരിക്കണം. നമ്മള് വീഡിയോ തുടങ്ങിയിട്ട് 4 വർഷമായി. 4 വർഷം. നമ്മളെ മാവിന്റെ വീഡിയോ പറഞ്ഞില്ലേ? ആ വീഡിയോ കാണിച്ചിട്ടേ, ആ വീഡിയോ ഞാൻ ഒന്ന് കാണിച്ചിടും. ഇവിടെ വാ, ഇങ്ങനെ പിടിച്ചു കാണിച്ചെടുക്കും. അച്ഛൻ കാണിച്ചു കൊടുക്ക്. ഹായ് പതുക്കെ വായിക്കും. ഇത് ശരിക്കും പുള്ളിക്കാരി എടുത്തതാ? മാവ് നശിപ്പിച്ചു. ആണോ? ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടായിരുന്നു. അപ്പം ഇവിടെ ടിവിയിൽ മറ്റേ കോക്കോ മണിട്ട് കൊടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരുന്നു. പക്ഷെ അകത്ത് പോയിട്ട് നശിപ്പിച്ചില്ല. 3-3.5 കിലോ മാവ്. പക്ഷെ അതിന് കുറെ കമന്റ്സ് ഒന്നും തോന്നുന്നില്ലേ? ഫുഡ് വേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റൂ? കറയിൽ ഫുള്ള് കളഞ്ഞില്ലേ? ഭയങ്കര കുരുത്തക്കേടാണോ? ഈ കുരുത്തക്കേടേ ഉള്ളൂ. അയ്യടാ, ജനലിന്റെ മണ്ടേ കയറിട്ട് അവിടെ താഴ്ചാടും. കുറ്റം പറയുന്ന ജാനില്ല. ഇപ്പൊ എത്ര 4 വർഷമായില്ലേ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് വീഡിയോസ് ഒക്കെ? അപ്പൊ ഫസ്റ്റ് വൈറലായ വീഡിയോ ഓർമ്മയുണ്ടോ? ആ വീഡിയോയോട് നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. എന്റെ കല്യാണത്തിന്റെ വീട്ടിൽ വെച്ചായിരുന്നു കല്യാണം. ലോക്ക്ഡൌൺ സമയത്തായിരുന്നു. അപ്പം കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാനുള്ള സമയം വൈകുന്നേരമാണ്. അപ്പൊ 50 പേരിൽ കൂടാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ വലിയ ബന്ധു അമ്മേനെ അനിയത്തി ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചോണ്ട് നൈറ്റി ഒക്കെ ഇട്ടു. അപ്പം 3:30 പോകാൻ സമയമായപ്പം അനുഗ്രഹം വാങ്ങണല്ലോ യാത്ര പറയാൻ വേണ്ടി. അപ്പൊ പുള്ളിക്കാരി നേരെ ഇവളെ കാലുവിട്ട് കണ്ണി വെച്ച്. ഇവളാണ് വയ്ക്കാനുള്ളത്. പക്ഷെ പുള്ളിക്കാരി ഇവളെ കാലുവിട്ട് ക്യാമറമാൻ ഇതൊക്കെ ഷൂട്ടായിരുന്നു. അന്ന് ഇൻസ്റ്റയിൽ റീലൊന്നും ഇല്ല, ടിക്ടോക്കേ ഉള്ളൂ. ടിക്ടോക്കിലിട്ട് അവിടെ നിന്ന് കയറി. അങ്ങനെയാണ് പിന്നെ ഇതോട്ട് നമ്മൾ ഇറങ്ങിയത്. ടിക്ടോക്ക് ബാൻ ചെയ്ത് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി. അങ്ങനെ പിന്നെ കപ്പിൾസ് വീഡിയോ ആയിരുന്നു പിന്നെ കുറെ നാൾ. ഓക്കെ, അപ്പം കല്യാണത്തിന്റെ ആ സാധാരണ എല്ലാരും തിരിച്ചു ചെയ്യുമ്പോ നിങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്തു. നമുക്ക് ആ വീഡിയോ കൂടെ ഒന്ന് കാണാം. ഈ വീഡിയോ കുഞ്ഞമ്മ കാണുമ്പോ ഇത് ഓട്ടോമാറ്റിക്കലി അറിയാണ്ട് ചെയ്തതാണ്. പക്ഷെ ഇത് വീഡിയോ കമന്റ് ഫുള്ളും വന്നതെന്ന് വെച്ചാ അമ്മായി അമ്മ കാല് തൊട്ട് വീട്ടിൽ കയറാൻ നേരത്തെ അമ്മായിയമ്മ കാല് തൊട്ട് എന്നെ ഒന്നും ചെയ്യല്ലേ അനുവദിക്കണേന്നുള്ള രീതിയിലാണ് വന്നത് കമന്റ് ഫുള്ള്. അതിലൂടെ ഞാനും കമന്റ് ഇട്ടിരുന്നു, അമ്മയല്ലേ കുഞ്ഞമ്മയാണെന്ന് പറഞ്ഞു. ആരോട് പറയാ? ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓരോ കോണ്ടന്റ് ഒക്കെ എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നേ? അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ നടക്കുന്ന സാധനം അപ്പൊ തന്നെ പോയിട്ട് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. കപ്പിൾസ് ആദ്യം മറ്റേ ഈ ടോം ആൻഡ് ജെറി പോലത്തെ വീഡിയോസ് ആയിരുന്നു. അപ്പൊ പിന്നെ ഇവള് വന്നതിന് ശേഷം ഒന്നും നടക്കത്തില്ല. ഇവർക്ക് ക്യാമറ ലൈറ്റ് എല്ലാം വേണം. വീഡിയോ എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇവിടെ നോക്കാനും ബുദ്ധിമുട്ട്. അവള് സമ്മതിക്കൂലായിരുന്നു. വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ അവള് കരച്ചിലോടാ. പിന്നെ ഏകദേശം അത് വെച്ച് ഇങ്ങനെ പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇടയ്ക്ക് കുറെ ഡൗൺ ആയിരുന്നു. പിന്നെ അതിന് ശേഷമാണ് പിന്നെ ഇവിടെ ഓരോ വീഡിയോ എടുത്തിടാൻ തുടങ്ങി. അങ്ങനെ അത് ഒരു ദിവസം നമുക്ക് റീലൊന്നും ഇല്ല. അപ്പൊ സ്റ്റോറി ഇടാൻ പറ്റുന്ന സാധനം എടുത്ത്
ഞാൻ റീൽ റീലാക്കി. അപ്പൊ അത് നല്ല മില്ലിയൻ അടിച്ചു. അപ്പൊ മനസ്സിലായി ഇതിന്റെ വഴി ഇതിലാണ്. പിന്നെ ഇവിടെ കാര്യങ്ങളെല്ലാം എടുത്തിടാൻ തുടങ്ങി. പിന്നെ full fans പിന്നെ ആയി. ഇവർക്ക് ഫാൻസ് കൂടുതൽ. ജാനിന്റെ ചിരിക്കാണ് കൂടുതൽ ഫാൻസ്. ഞാൻ ചിരിക്കുക. ഒന്ന് ചിരിക്കാവോ? ഓരോരുത്തര് വിളിച്ചിട്ട് മെസ്സേജ് ചെയ്തിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരാ അങ്ങോട്ട് ചെല്ലേ അവളെ കാണണം, ഇങ്ങോട്ട് വരാനൊക്കെ ട്രാവൽ എക്സ്പെൻസ് നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്തിരുന്ന ജാനിനെ കാണാൻ. ഞാൻ ജാനിന്റെ ഫാനാ. അല്ലേ അല്ലേ? ഡീല് കാണിക്കും ഞാൻ. ഡീൽ പറ, ഡീൽ ഇന്ന് ഫുൾ ഇൻട്രോവേർട്ട് ആയിരുന്നു. ഭയങ്കര എന്തൊക്കെയോ ആലോചനയിലാണ്. അപ്പൊ നിങ്ങളുടെ അപ്പം ലവ് സ്റ്റോറി ആണ്, ലവ് മാരേജ് ആണ്? ലവ് അറേഞ്ച്. എത്ര നാളത്തെ പ്രണയമായിരുന്നു? 8 വർഷത്തെ പ്രണയത്തിന് ശേഷം കല്യാണം. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോളോ? അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോളോ? എന്റെ ചേട്ടന്റെ വീട് കഴിഞ്ഞ് 4ാമത്തെ വീടാണ് എന്റെ വീട്. അപ്പൊ കുറച്ച് ഈസി ആയല്ലോ. ഈസി, അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. അടുത്തടുത്തല്ലേ? അമ്മ പറയും സ്കൂളിൽ പോകുമ്പോ മോളെ നോക്കിക്കോണേ. ഇപ്പോഴും നല്ലോണം. ഇവിടെ അമ്മ ജോലിക്കൊക്കെ പോകുമായിരുന്നു. അപ്പൊ ആ സമയത്ത് സ്കൂൾ വിട്ടിട്ട് ഇവിടെ നേരെ നമ്മളെ വീട്ടിൽ തന്നെ വന്നിരിക്കണം, ടി വി ഒക്കെ കാണാനും. അങ്ങനെയായിരുന്നു. അങ്ങനെ എന്നെ നോക്കി നോക്കി ഇതുവരെ എത്തിച്ചതാണ്. അപ്പൊ ഏത് ക്ലാസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്? 8ാം ക്ലാസ്. എട്ടില് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ 8. ഞാൻ IT. ഓക്കെ. നിങ്ങളപ്പോ എത്ര? അതിന് മുന്നേ കമ്പനി 6 ഇയേഴ്സിന്റെ വ്യത്യാസമുണ്ട്. പിന്നെ അടുത്ത വീടായതുകൊണ്ട് ഓൾറെഡി ചെറുപ്പം മുതലേ അറിയാം. പണ്ടേ ചെറുതിലേ അറിയാം. ഓക്കെ. ഈ പ്രായം മുതലേ അറിയാം. അല്ല, ഈ പ്രായമൊക്കെ ഇവിടെ അനിയത്തി. എനിക്ക് എന്റെ അനിയത്തിയായിട്ടായിരുന്നു ആദ്യം കൂട്ട്. അതിനുശേഷമാണ് അനിയത്തിയാണ് നമ്മുടെ ഹംസം. ഹംസം. അവളെ വെച്ചാണ് ഇവിടെ വളർത്തി. എങ്ങനെയായിരുന്നു ലവ് ആ ഒരു സ്റ്റോറി? മെയിൻ ഇതാണ് എന്ന് വെച്ചാ, വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു ഇടയ്ക്കൊക്കെ. അമ്മ വരാൻ താമസിക്കുമ്പോഴേക്കും അമ്മ വരുമ്പോ എന്നെ വിളിച്ചോണ്ട് പോകും. അങ്ങനെ കണ്ട് 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 അപ്പോഴൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞു എന്റെ അനിയത്തി വഴിയാണ്. ഇവിടെ അനിയത്തി എന്റെ ബുക്ക് നമ്മള് ഫ്ലെയിം കിട്ടിക്കുമല്ലോ, മാരേജ് ആണ് ഫ്രണ്ട്. അവളെ അനിയത്തിയാണ് പൊക്കിയിട്ട് ഇവിടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. എന്റെ ബുക്ക് ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവള് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഡെയിലി വാങ്ങിച്ചു കൊടുക്കും. എന്റെ വീട്ടിൽ പ്രശ്നമായപ്പോൾ കേട്ടത് മൊത്തം അവള് തന്നെ. അതെന്താ? അവളല്ലേ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ആരെ പ്രപ്പോസ് ചെയ്തപ്പോ? ചേട്ടൻ. ഇവിടെ മുട്ട ശരിക്കാണ് പ്രപ്പോസ് ചെയ്തത്? എന്ത് പറഞ്ഞായിരുന്നു? അന്ന് ഇതുപോലെ മുട്ടായി തന്നെ പ്രപ്പോസ് ചെയ്തത്. മിഠായി എന്നിട്ട് വീട്ടിൽ ഇടാൻ പറഞ്ഞു. അങ്ങനെ ഡയലോഗ് എന്ന് പറഞ്ഞേ. മറ്റേ എന്റെ കൂട്ടുകാർ ഒരു നല്ല പിക്കപ്പ് ലൈൻ പറഞ്ഞു. ഷോണി മറ്റേ ഇപ്പൊ എന്റെ വീട്ടിൽ വരൂല്ലേ, അങ്ങനെ ഇപ്പൊ എന്റെ വീട്ടിൽ ഉള്ളതല്ലേ ജീവിതകാലം മുഴുവൻ ഞാൻ അതിനെ നോക്കി എന്റെ വീട്ടിൽ വരാൻ താല്പര്യമുണ്ടോ? അങ്ങനെ എന്തോ ആണ്. ഇപ്പൊ ആലോചിക്കുമ്പോൾ ക്രഞ്ച്. അപ്പോഴേകദേശം എനിക്കറിയായിരുന്നു, കാരണം നമുക്ക് ഗേൾസിനോട് മനസ്സിലാവുമല്ലോ. അപ്പോഴും ഞാൻ ഒന്നുമില്ല, നമുക്ക് പറയാം, ആലോചിച്ചിട്ട് പറയാനൊക്കെ പറഞ്ഞിരുന്നു. ഏകദേശം കുറെ നാൾ കഴിഞ്ഞപ്പോ മനസ്സിലായി നല്ല പയ്യനെ വേറെ കിട്ടായില്ല. ഓക്കെ. അപ്പൊ എപ്പോഴായിരുന്നു തിരിച്ച് റിപ്ലൈ? എത്ര നാള് പുറകെ നടക്കേണ്ടി വന്നു? പുറകെ കുറെ ദിവസം നടന്നു. നമ്മൾ പറയാതെ തന്നെ ഇവർക്ക് ഇഷ്ടമുണ്ടെന്ന് അറിയണ്ടേ. അപ്പൊ നമുക്ക് നോട്ടമൊക്കെ അനുകൂലമാണ്. പിന്നെ നേരെ പ്രപ്പോസ് ചെയ്ത് പുള്ളി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോ 3 ദിവസമോ പോ ചേച്ചി? അപ്പൊ തന്നെ അല്ല, നീ ആര് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഞാൻ ഇഷ്ടമുള്ളത് കൂട്ടി പറയുന്നിങ്ങനെ. അല്ലെങ്കിൽ ആൾക്കാർ അത്ര പെട്ടെന്ന് ആരെ കോഴി? എന്താ അങ്ങനെ പറയാൻ കാരണം? കോഴി തന്നെ എങ്ങനെ? എനിക്ക് ഞാൻ പണ്ട് അമ്മയോട് പറയുന്നു, ഞാൻ അറേഞ്ച്മെന്റ് താല്പര്യമില്ല, ലവ് മാരേജ്. അപ്പൊ അവര് 2 ബ്രേക്കപ്പ് ആയി. അപ്പൊ പിന്നെ ഈ 1 വർഷത്തെ റിലേഷൻ വേണ്ടെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഒരു 6-7 വർഷത്തെ അങ്ങനെ വേണം. അതുകൊണ്ട് ഇപ്പോഴേ പ്രേമിച്ചാലേ അപ്പോഴേ കെട്ടാൻ പറ്റും. അപ്പൊ നമുക്ക് വേറെ ആരും നോക്കിയാലേ റിജക്ട് ചെയ്യണം. ഇത് ഫ്രീ. എല്ലാരും റിജക്ട് ചെയ്തു. പിന്നെ ഇത് ഫ്രീ. ഒരാഴ്ച കഴിഞ്ഞിട്ട് യെസ് പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? നമ്മൾ മീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ട്യൂഷന് പോകും. സ്കൂളിൽ പോകുന്ന സമയത്ത് അതിന് മുന്നേ രാവിലെ ട്യൂഷന് പോകും. അപ്പൊ ചേട്ടൻ ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഒരുമിച്ച് മീറ്റ് ചെയ്യും. ആ വീടിന്റെ ആ വഴിയെ ബസ് സ്റ്റോപ്പ് വരെ ഫ്രണ്ടേ പോവും, ബാക്കേ വരും. അങ്ങനെ പിന്നെ അങ്ങനെ എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ കാലമല്ല, ഒരുമിച്ച് ഒരു ആണും പെണ്ണും ഒരുമിച്ച് വന്ന വെച്ചാൽ ഭയങ്കര വലിയ പ്രശ്നങ്ങളാണ്. പിന്നെ ഓപ്പോസിറ്റ് അങ്ങനെ പോകും. പിന്നെ ബസ്സിൽ കയറി സംസാരിക്കും. ഫുൾ ഐ കോണ്ടാക്ട് ആണ്. ഐ കോണ്ടാക്ട്, പിന്നെ ലെറ്റർ ആണ് മെയിൻ ആയിട്ട്. ഇപ്പോഴോട്ട് പഴയ ലെറ്ററുകളൊക്കെ
ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കും. ആര്? ഞാനും വായിക്കും. ഓക്കെ. എന്നിട്ട് പിന്നെ എല്ലാവർക്കും ഒരേ സ്ഥലമായോണ്ട് എല്ലാരും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. വീട്ടിൽ പോയി പറച്ചില് നാട്ടുകാരൊക്കെ. വഴി വെച്ച് ലെറ്റർ കൊടുത്തത് ഒരാൾ പൊക്കി. അവിടെ അതിന്റെ അപ്പുറത്ത് അയൽക്കൂട്ടം ഉണ്ടായിരുന്നു, അവര് കണ്ടുകൊണ്ടത്. അവര് ഫുള്ള് സ്പ്രെഡ് ആക്കി 4 വഴിക്ക്. എല്ലാരും എന്നെ ഇറക്കിയൊക്കെ വിട്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഇറക്കിട്ടോ പോവാൻ പറയാം, നാളെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ 8 വർഷമാണെങ്കിൽ 2 വർഷം വീട്ടുകാർ കൊണ്ടുവരും. പിന്നെ ഫുള്ള് വീട്ടുകാർ തമ്മിൽ വഴക്കല്ല. 6 വർഷം ഒരു കോണ്ടാക്റ്റും ഇല്ലേ. നിങ്ങളുടെ ആണോ? പിന്നെ ഏകദേശം പിന്നെ ബ്രേക്കപ്പ് ആക്കി പോയി കേട്ടോ. 1 വർഷം എന്നെ ബ്രേക്കപ്പ് ആക്കി പോയി. അത് ഫസ്റ്റ് ടൈം ഞാൻ ബൈക്കിൽ കയറ്റി. അപ്പൊ അത് ഏതോ പുള്ളി വീട്ടിൽ വെട്ടി കൊടുത്ത് ഇവളമ്മ ഇവളെ സേവ് ചെയ്യാൻ പറഞ്ഞ്. ഫാമിലി ഇവളെ സേവ് ചെയ്യാൻ പറഞ്ഞ്. അമ്മയല്ല ഫാമിലി, വേറെ ഫാമിലി റിലേറ്റീവ്സ് ആണ്. പരസ്പരം പാര വെച്ചു. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. അപ്പൊ പരസ്പരം വിശ്വസിച്ചു ശരിയായിരിക്കും നമ്മളെ ഒറ്റീന്ന്. എന്റെ വീട്ടിൽ എന്റെ അമ്മ പുറത്ത് ഫുള്ളും പറഞ്ഞ് ഇവക്ക് എക്സാം ലേറ്റ് ആയി, അതുകൊണ്ട് എക്സാം എഴുതാൻ പറ്റില്ലെങ്കിൽ പിടിക്കണ്ട. ഇല്ല ബിസ്ക്കറ്റ് തരട്ടെ അമ്മ. ഉറക്കം പറഞ്ഞു. അമ്മയുടെ മടിയിരുന്നു. എന്താണ് ഉറക്കത്തിന്റെ എനിക്ക് തരോ പ്ലീസ്? ചേച്ചിക്ക് കൊടുത്തിട്ട് ഐ ലവ് യു ഐ ലവ് യു പറയോ? അമ്മ വേണ്ട, ജാനു പറഞ്ഞാ മതി. ഐ ലവ് യു പറ. അതെന്താ കയ്യിലെന്താ? അതെന്താ? പൂവിന്റെ പേരെന്താ? അങ്ങനെ ചോദിക്കില്ല. പൂ ഇഷ്ടായോ? പാട്ട് പാടോ ജാനി? മഴയെ കുറിച്ച് പാട്ട് പാടിക്കും. മഴ ജാനിയുടെ മഴ. ജാനിക്ക് അമ്മേനെയാണോ അച്ഛനെയാണോ കൂടുതൽ ഇഷ്ടം? 5 പേര് ഇഷ്ടമാണോ? ഓക്കെ. എന്നിട്ട് ഈ ഇഷ്ടാന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാ ഗോപിക തിരിച്ചു പറഞ്ഞത്? ചുമ്മാ പോയിട്ട് ഇഷ്ടമാന്ന് പറഞ്ഞു. എനിക്കും ഇഷ്ടമാണ്. അന്ന് ഇങ്ങനെ എനിക്കും ഉണ്ട്, ഇഷ്ടമാണ്. കല്യാണം കഴിക്കാൻ താല്പര്യം. ഇപ്പൊ അന്നൊക്കെ ലൈന് എനിക്ക് നിന്റെ അടുത്തുണ്ട്, നിനക്ക് എന്റെ അടുത്തുണ്ട്, ഇതെല്ലാം ചോദിക്കുള്ളൂ. അങ്ങനെ എഴുതും. ഇവളെന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്. എന്തിനുണ്ട്? ഇഷ്ടമാണെന്ന് ചോദിച്ചു. മറുപടി പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എനിക്കും ഇഷ്ടമാണ്, പക്ഷെ വീട്ടുകാർ അറിഞ്ഞാൽ പ്രശ്നമാവൂലെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ വീട്ടുകാർ അറിയാതെ നോക്കിയാ പോരെന്ന് പറഞ്ഞു. പിന്നെ ഒരാഴ്ച ഏകദേശം 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിലിറങ്ങി. എന്റെ വീട്ടിൽ നിന്ന് നേരെ ഉടനെ തന്നെ കോള് പോയി ചേട്ടന്റെ വീട്ടിലോട്ട്. പിന്നെ ഫുള്ള് സീന. പിന്നെ ആൾക്കാര് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് എന്ന് വെച്ചാൽ നമ്മളെവിടെയെങ്കിലും മീറ്റ് ചെയ്ത ഉടനെ ആൾക്കാർ കാണും. നമ്മളെ കല്യാണം കഴിഞ്ഞു, നമ്മള് രജിസ്റ്റർ മാരേജ് വരെ കഴിഞ്ഞ് ഞാൻ ഇവിടെ ബൈക്ക് എഴുതി കല്യാണം കഴിഞ്ഞ് ഹാരോ കൊണ്ടുപോകണൊക്കെ അവിടെ ഗോലിയും കളിച്ചോണ്ടിരിക്കുന്നു. ബൈക്കിൽ നിന്ന് ഹാരോ അച്ഛൻ എങ്ങനെ? അച്ഛൻ പൊക്കിട്ട് എന്താ പറഞ്ഞേ? അച്ഛൻ പൊക്കിട്ട് ഒന്നും പറഞ്ഞില്ല, അടി തന്നു. ഇവള് പറഞ്ഞ ഇവള് ഓക്കെയാണ്, കുഴപ്പമില്ല. പിറ്റേന്ന് കാല് ഫുള്ള് പാടായിരുന്നു. കൊറേ അടിയൊക്കെ കൊറേ കിട്ടിട്ടുണ്ട്. എന്നിട്ട് ആ 1 വർഷം എന്തിനാ ബ്രേക്കപ്പ് ആക്കി പോയെ? ഇവളെ വീട്ടിൽ ഇവളെ സേവ് ചെയ്യാൻ പറഞ്ഞു. ഞാനാണ് നിർബന്ധിച്ച് ബൈക്കിൽ കയറ്റിയെന്ന് പറഞ്ഞു. എന്റെ അമ്മ പറഞ്ഞു അങ്ങനെ. ഞാൻ വിശ്വസിച്ചു, ഇവളെ ഒറ്റ കൊടുത്തില്ല കൂടെ നിന്നിട്ട്. അപ്പൊ ഇവളും വിശ്വസിച്ചു. നമ്മളെ പരസ്പരം സംസാരിച്ചില്ല, കോണ്ടാക്ട് ഇല്ലല്ലോ, പിന്നെ ഒരു അറിവില്ലല്ലോ. പിന്നെ 1 വർഷം അങ്ങനെ ബ്രേക്കപ്പ് ആയിരുന്നു. അപ്പം ഇവളെ ഫ്രണ്ട്സ് എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് ബ്രേക്കപ്പ് ആയിട്ട് ഞാൻ സന്തോഷം പോയല്ലേ, എനിക്ക് പണി തരാൻ ഫേസ്ബുക്ക് ഒരു അക്കൗണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് എന്റെ അടുത്ത് ചാറ്റ് ചെയ്ത് പ്രേമിച്ച് വിളക്കാൻ വന്നത്. അല്ലല്ലോ, ശരിക്കും പറഞ്ഞാൽ അതുവഴി ചീത്ത വിളിക്കാമെന്നുള്ള രീതിയിൽ, പണി കൊടുക്കാം എന്നുള്ള രീതിയിൽ ലൈൻ വെച്ചിട്ട് വിളിച്ചു വരുത്തി പറ്റിക്കാം എന്നുള്ള രീതിയിൽ അക്കൗണ്ട് തുടങ്ങിയതാണ്. പക്ഷെ അക്കൗണ്ട് എന്ന് വെച്ചാ അങ്ങനെയല്ല. അക്കൗണ്ട് തുടങ്ങിയെന്ന് വെച്ചാൽ ചാറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇടയ്ക്ക് എപ്പോഴും ഞാൻ കൂട്ടുകാരെല്ലാരും കൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അതിലിട്ടു. അപ്പൊ അതിൽ മെസ്സേജ് ഇട്ടു, ഈ കുട്ടി അറിയാമോ? അതായത് എന്നെ കുറിച്ചാ ചോദിക്കുന്നത്. ഈ കുട്ടി അറിയാമോ? നിന്റെ ഫ്രണ്ടാണോ? ഫ്രണ്ടാണോ? ഞങ്ങളിപ്പോ ബ്രേക്കപ്പ് ആണെന്നൊക്കെ പറഞ്ഞ് കാര്യം പറഞ്ഞു. അപ്പം പുള്ളി എന്തോ പുള്ളിയുടെ നിരപരാധിത്വം അതിൽ പറഞ്ഞു. അത് നല്ല ഫ്രണ്ടായി. അപ്പൊ ഈ ഇവളെന്ന് അറിഞ്ഞൂടല്ല, ആ കുട്ടി നല്ല ഫ്രണ്ടായി ഡീറ്റെയിൽ വെച്ചു. അപ്പൊ ഞാൻ കാര്യം ഫുള്ള് പറഞ്ഞു. അവളിങ്ങനെ ഒറ്റ കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞ്
അല്ല ചേട്ടല്ലേ ഒറ്റി അവളെന്റെ കാര്യമെല്ലാം പറഞ്ഞത്. അവരെന്ന് വെച്ചാൽ ഞാനാ മെസ്സേജ് ഇടുന്നേ. ഓ ആ ഞാൻ അറിയില്ല ചാറ്റി അത് ഒരു 6 മാസം പോയി. ലാസ്റ്റ് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാനാണ് ഗോപി ഗോപിക എന്ന് പറഞ്ഞു. അപ്പൊ വിശ്വസിച്ചില്ല. അപ്പൊ വീട്ടിൽ അമ്മയുടെ ഫോണിലാണ് ഫേസ്ബുക്ക്, മറ്റേ കീപാഡ് സെറ്റ് ആണ്, അതിലാണ് ഫേസ്ബുക്ക് പറ മെസ്സേജ് അയക്കും. അമ്മ ബാത്റൂമിൽ കയറുമ്പോൾ മെസ്സേജ് ഇടും, പിന്നെ അമ്മ വരുമ്പോ ഓഫാക്കി വെക്കും. അങ്ങനെയാണ്. അപ്പോഴെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനിപ്പോ അതുവഴി വരും, അപ്പോഴും നീയാണ് അസ്മിത എങ്ങനെ വെളിയിൽ ഇറങ്ങി നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മെസ്സേജ് ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അപ്പൊ അതുവഴി വന്നപ്പോൾ ഞാൻ വെളിയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. വിശ്വസിച്ചു. അയ്യോ പിന്നെ കണ്ടിന്യൂ ആയി. അല്ല എന്റെ മനസ്സിൽ ഇവിടെ കൂട്ടുകാരി ഒരാളുണ്ട്, അവളാണ് ഈ അക്കൗണ്ട് യൂസ് ചെയ്യണേ. അപ്പൊ നമ്മൾ നല്ല കമ്പനി തന്നെ ചാറ്റ് ചെയ്ത് നല്ല കമ്പനിയായി. നേരത്തെ കാണുമ്പോ അവള് മിണ്ടാകും, പരസ്പരം കാര്യങ്ങളൊക്കെ പറയുന്ന ഫ്രണ്ട്. പക്ഷെ അവള് നേരത്തെ കാണുമ്പോ മിണ്ടാകും. ഞാൻ ഇവക്ക് പ്രാന്തുണ്ടാ, രാത്രി പുള്ളിനോട് ചാറ്റ് ചെയ്തിട്ട് പകലാണ് പിന്നെ മിണ്ടുന്നില്ല. പക്ഷെ ഇവളാണ് അവൾക്കാരും കൂടെ അല്ല, അവളെ ഫോട്ടോ വെച്ച് ഇവളാണ് ചാറ്റ്. പക്ഷെ അതല്ല ബ്രേക്കപ്പ് ആയ സമയത്ത് തന്നെ വേറെ ആളായിട്ട് ചാറ്റ് ചെയ്യാൻ കാണിച്ചൊരു മനസ്സേ. ചാറ്റ് ചെയ്തത് എന്നെ കുറിച്ചല്ലേ? ഞാൻ വേറെ പറഞ്ഞില്ല, എന്നാലും നശിപ്പിക്കല്ലേ. മോളുണ്ട് എന്റെ വേഗം വാക്കല്ലേ, എന്നാലും ഫ്രണ്ടാക്കി. അല്ല വേറെ അനാവശ്യം പറഞ്ഞില്ലല്ലോ. അനാവശ്യമല്ല, ബ്രേക്കപ്പ് അല്ല അതിന്റെ. അങ്ങനെ വീണ്ടും കണ്ടിന്യൂ ആയി. പിന്നെ വീട്ടിലറിഞ്ഞു. പിന്നെ അതാണ് സ്ട്രോങ് ആയത്, അല്ലെങ്കിൽ അതിന് മുന്നേ പുളി വീഴും. പിന്നെ അതിനുശേഷം സ്ട്രോങ് ആയി. ഈ ഗോപികയുടെ വീട്ടുകാര് ചോദിക്കാനൊക്കെ വന്നായിരുന്നോ? പിന്നെ ഒരിക്കൽ ഞാൻ പഠിക്കാൻ പോയ സമയത്ത് ഒരിടവഴിയാണ് പോണത്. ഇവിടെ അച്ഛൻ വിട്ട് പറഞ്ഞു മുണ്ടൊക്കെ മടത്തോട്. എനിക്ക് മനസ്സിലായി. ഞാൻ ഓടി ചെന്നപ്പോ എന്റെ കൂട്ടാനെ കണ്ട്, അവൻ ഇയാളെ കണ്ട് അവൻ ബസ് കയറി പോയി കളഞ്ഞു. ഞാൻ അടിയിട്ടായിരിക്കും അവനെ വിളിക്കാൻ പോയത്. പിന്നെ ഇവിടെ അമ്മ ആ വീട്ടിൽ വന്നിട്ട് എനിക്ക് എന്ത് യോഗ്യത ഇവളെ കെട്ടാനൊക്കെ ചോദിച്ചു. അന്നേ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു, പറ്റുന്ന ഫോൺ വിളിച്ചപ്പോ അവരെ കൊണ്ട് മരുമോനെ വിളിപ്പിക്കൂ. ഇവളെ അച്ഛ അടിക്കാൻ ഓടിച്ച വഴിയിൽ ഇപ്പൊ ജാനിയെ കൊണ്ട് നടക്കും. ഇവളെ അമ്മ ആ വീടിന്റെ വണ്ടി നിന്ന് ജാനിയെ കാല് വലിച്ചിട്ട് പോകും. ഇതല്ലേ പ്രതികാരം? ഒരു മനുഷ്യ ജീവിതം ഇത്ര പറ്റും. ഭയങ്കര കമ്പനിയാണ്. അല്ല നാട്ടില് മുമ്പ് ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ണാപ്പിയായിരുന്നു. അപ്പൊ ഈ കുറെ നൂലും മുടി ഇങ്ങനെ അതൊക്കെ ഫോട്ടോ തപ്പണ്ട. എല്ലാരും എന്റെ അച്ഛനോട് പറയാം അവനെ കെട്ടിച്ചു കൊടുക്കല് വീട്ടിലെ പ്രശ്നമായിപ്പം. അവൻ കഞ്ചാവാണ്, അവൻ ഭയങ്കര വെള്ളവടിയാണ്, അവന്റെ ലുക്ക് കണ്ടില്ലേ, അവൻ തലമുടിയൊക്കെ വളർത്തി അവന്റെ കോലം കണ്ടില്ല. അപ്പം എന്റെ വീട്ടുകാർ വിചാരിക്കും ശരി തന്നെ അവൻ കഞ്ചാവാണ്. ഞാൻ ഇപ്പൊ ഫോട്ടോ ഞാനും വിചാരിക്കും. അങ്ങനെ പറഞ്ഞെടുക്കുമ്പോ അവർക്ക് വീട്ടുകാർക്ക് സ്വാഭാവികമായിട്ട് എതിർപ്പായിരിക്കില്ല. എന്റെ മോള് നമുക്കൊരു ടീമുണ്ട് എന്റെ വീടിന്റെ അടുത്ത് ഫ്രണ്ട്സ്, അവര് പൊളിഞ്ഞ ആട്ടയ്ക്കകത്ത് നമ്മളെപ്പോഴും ഇരിക്കും. ഇതിനകത്ത് സത്യമായി ചീട്ടുകളിയാണ്, പക്ഷെ ആരും കാണാതിരിക്കും നമ്മൾ അടച്ചു മൂടിയിരിക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ കഞ്ചാവ് അടിക്കണം എല്ലാരും പറഞ്ഞു നിർത്തി കഞ്ചാവ് അടിയാണ്. ആ ഫോട്ടോ ഉണ്ടെങ്കിൽ കാണായിരുന്നു. കൊറേ ഡിലീറ്റ് ചെയ്തു. ആ ലുക്ക് കണ്ടിട്ടാണ് വീണത്. പിന്നെ ഇവള് പിന്നെ ലുക്ക് അപ്പോഴേക്കും ബുദ്ധിയില്ലായിരുന്നു. അപ്പൊ എങ്ങനെ നിങ്ങളുടെ വീട്ടില് സമ്മതിച്ചേ? വീട്ടുകാർക്ക് മനസ്സിലായി ഇത് ഒരു ഇതില് വേറെ ആലോചന വന്നാലും 8 വർഷത്തില്ല ആ നാട്ടിൽ നമ്മൾ നല്ല രീതിയിൽ ശ്രമിച്ചു കേട്ടോ വീട്ടുകാര് പൊളിക്കാൻ. എന്റെ റൂമിൽ നിന്നൊക്കെ പൊക്കിയിട്ടുണ്ട്. അങ്ങനത്തെ കഥയൊക്കെ ഉണ്ട്. അല്ല ഒറിജിനൽ നടന്നല്ല, ഒറിജിനല്ല പുറത്തെ കഥ. ഞാൻ അവിടെ അന്ന് മിനി മിലിറ്ററി ഗെയിം ഞാൻ കളിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ എന്റെ റൂമിൽ നിന്നൊക്കെ പൊക്കി അടിയും കൊടുത്ത് വിട്ടത്. എന്റെ വീട്ടിലെ അമ്മയൊക്കെ ഒന്നും ചോദിക്കും നീ അവിടെ പോയാ ഇങ്ങനെ ഓരോരുത്തരും പറയണുണ്ടല്ലോ പറഞ്ഞുകൊണ്ട് അടി കൊടുത്ത് വിട്ടത് എന്റെ അമ്മയുടെ സഹോദരൻ. ഇതൊക്കെ നേരിട്ട് കണ്ടത് എന്റെ അമ്മയുടെ അമ്മ. അവരെ കണ്ടാണ് മാമന്റെ പോയി പറഞ്ഞു. മാമ വന്ന് ഇവളെ വീട്ടിൽ നിന്ന് പിടിച്ച് അടി കൊടുത്ത്. അപ്പൊ ഇവള് പറഞ്ഞു മഴയല്ലേ കയറി ഒതുങ്ങി നിന്നു. അങ്ങനെ ഇവളെ അമ്മ വന്നിട്ട് ഇത് നാട് ഫുൾ സ്പ്രെഡായില്ല. ഇവളെ അമ്മ വന്ന് ഇവക്കും അടി കൊടുത്ത് എന്റെ മാമന്റെ അമ്മൂമ്മയുടെ അടുത്തെല്ലാം പോയി ചോദിച്ചു നിങ്ങളെ പിടിച്ചിറക്കി ഉള്ളതാണെന്ന്. അവരറിഞ്ഞിട്ടില്ലേ കാര്യം, പക്ഷെ ആര് പറയുന്ന അറിഞ്ഞൂടാ. ഇത്രയും ലവ് സ്റ്റോറി ഞാനിവിടെ കേട്ടിട്ടില്ല. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച നമ്മൾ ആ കാത്തിരുന്ന ആ ഫോട്ടോ ഇപ്പൊ ഇവിടെ റിവീൽ ചെയ്യാൻ പോയിട്ട് അതും കിഷോറിന്റെ ആത്മാർത്ഥ സുഹൃത്താണ് നമുക്കത് കൈമാറിയത്. എവിടെ വെള്ളി നക്ഷത്രം കൂട്ടുകാരായി ശിവജിയാണെന്ന് കണ്ണിൽ തിളക്കമുണ്ടോ? കണ്ണിൽ ലെൻസ് ഉണ്ട് പച്ചക്കളർ. അപ്പൊ ശിവജി ആണോ സ്മോക്കി ആണോ? സ്റ്റോൺ ബ്രിഡ്ജ്. ബാക്കിൽ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ വേറെ CP എന്ന് പറഞ്ഞെടുത്ത് ഞാൻ നിങ്ങക്ക് വേറൊരു വീഡിയോ കാണിച്ചു തരാം. മില്യൺ വ്യൂസ് അടിച്ചൊരു വീഡിയോ.
ഓക്കെ, ഇതിന് എത്ര മില്യൺസ് പോയി? 18ഓ 16 or 18 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ആ, വിചാരിച്ചിരുന്നോ അത്രയൊക്കെ വ്യൂസ് ഒക്കെ പോകുന്നു? ഇല്ല, അത്രയും വ്യൂസ് 1 million പ്രതീക്ഷിക്കും. പ്രതീക്ഷിച്ചു. ബാക്കിയൊക്കെ കൈവിട്ട് പോയി. ശരിക്കും ഇങ്ങനെ തന്നെയാണോ ഈ മഴയത്ത് ചെളിയിൽ കളിക്കുക? ഫുൾ ടൈം ചെളിയിലാണല്ലോ. ഇത് ഫുൾ ടൈം അതാ. എപ്പോ മഴ പെയ്താലും അതോ അതിന്റെ അച്ഛനും? അല്ല, എന്റെ അനിയത്തിയുടെ മക്കളുണ്ട്. അപ്പൊ അവർക്ക് ചെളിയും മഴയും നനഞ്ഞാൽ ഫുൾ അലർജിയാണ്. മഴ നനയ്ക്കില്ല, ചെളിയിലും പുറത്തും അങ്ങനെ അധികം ഇറക്കൂല. രാത്രി ആയി കഴിഞ്ഞാൽ മഞ്ഞ് വീണ് ജലദോഷം അകത്ത് കയറ്റും. അപ്പൊ നമ്മളിത് കണ്ട് അവർക്ക് തീരെ ഒന്നും ഇറക്കത്തില്ല. വെറും പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. ജലദോഷം എപ്പോഴും ചൂട്. എവിടെ പോയാലും ചൂടുവെള്ളം ബോട്ടിലിൽ അടച്ചു കൊണ്ടുപോകും. നമ്മളെ ഇതില് നമുക്ക് അങ്ങനെ പറ്റൂല. ട്രാവൽ ആയതുകൊണ്ട് ഞാനും കൊണ്ട് നടക്കത്തില്ല. അപ്പൊ നമ്മള് കൊച്ചില് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടിട്ട് എല്ലാം അങ്ങനെ വിട്ടുകൊടുത്തു. നമുക്ക് കുഴപ്പമില്ല. എത്ര മണിക്കൂർ നാട്ടി കിടക്കും. എല്ലാം മഴ ഭയങ്കര ഇഷ്ടമാണ്. മഴ പെയ്യുമ്പോ ഉടനെ എൻ്റെ അടുത്ത് പറയാം, അമ്മ മഴ കുളിക്കാം. മഴ വേണ സൗണ്ട് അപ്പൊ എഴിച്ച് കോരി നമ്മൾ ഇപ്പൊ അവള് വെളിയിറങ്ങുന്നതൊക്കെ ചെറിയൊരു ഡോറൊക്കെ ഇട്ടു, എന്നാലും ഇപ്പൊ അത് തുറന്ന് വെളിയിറങ്ങും. കണ്ടില്ലെങ്കിൽ ഇറങ്ങി ഓടും. മധുര കെട്ടി തുടങ്ങി. മധുര കെട്ടി ഇപ്പൊ അവളെ കരുതി ഓടും. ഫ്രണ്ടില് ചെറിയൊരു വഴിയാണ്, വണ്ടി പോയാലൊന്നും അറിയൂല. ദൂരെ നിന്ന് വരുമ്പോഴേ സൗണ്ട് ഒന്നും കേൾക്കൂല. ഇവിടെ ഓടുമെന്ന് വിചാരിച്ച് മതിൽ വരെ കെട്ടിയപ്പോ. അയ്യടാ, ഈ നമ്മള് വേറെ കണ്ട കുറെ കമന്റ്സ് എന്താണെന്നറിയോ? നോർമലി നമ്മൾ ഈ പ്രായമുള്ള കുട്ടികൾക്ക് വാശി പിടിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് മൊബൈലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അങ്ങ് സെറ്റാക്കി ഇരുത്തുന്ന സ്ഥലത്ത് നിങ്ങൾ മഴ, പുഴ, വെള്ളം, പ്രകൃതി അതിലേക്കൊക്കെ ഇങ്ങനെ ഇറക്കി കൊണ്ടുവരുന്നു എന്ന് കണ്ടു. പല ആൾക്കാർക്കും നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴുള്ള മിക്ക കുട്ടികളുടെയും ചൈൽഡ്ഹുഡൊക്കെ നമ്മളിങ്ങനെ മൊബൈലും കാർട്ടൂൺ അതിലൊക്കെയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് ജാനീന്റെ ഫുൾ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കുട്ടിക്കാലമാണ് നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അല്ല, അത് കണ്ടന്റിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അതങ്ങനെ പ്ലാൻ ചെയ്തതാണോ? അവള് ശരിക്കും ഒരിടത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഇല്ല. അവളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കണം. ചിലപ്പോ ഇങ്ങനെ പേനൊക്കെ ഇട്ട് എഴുതി വീട് ഫുൾ എഴുതാ. വീട് ഫുള്ളും ചുമന്ന് അവള് ആ ഒരു സൈഡ് ഫുള്ളും ആ ഹൈറ്റ് ഫുള്ളും വീട് മൊത്തം റൂമിലായാലും ഫുള്ള് എഴുതി ഫുള്ളും വരച്ചെത്തിക്കും. എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ട് സമയത്ത് അപ്പൊ തന്നെ നമ്മളെ മാറ്റി ഇങ്ങനെ ആക്കി ഇതിലോട്ട് തിരിഞ്ഞ് നമ്മൾ വീഡിയോ എടുക്കുന്ന നേരത്തൊക്കെ ഇവള് കരച്ചിലും പോഴൊക്കെ ആകുമ്പോൾ നമ്മള് ഫോൺ കൊടുക്കുമായിരുന്നു, ഇല്ലെന്നല്ല. പിന്നെ ആയപ്പോ അവൾക്ക് പിന്നെയും ഫോൺ വേണം എന്നുള്ള ഒരു ഇതായി പറയാൻ തുടങ്ങി. മൊബൈല് പറയാൻ തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ പുറത്തോട്ട് ആക്ടിവിറ്റി നാട്ടിലുണ്ട്. എന്താ ഇങ്ങനെയല്ല മോളെ വളർത്തോളം ഇപ്പോഴും കുറെ ഭാഗങ്ങളുണ്ട്. നമ്മളെ വളർത്തുന്നത് തെറ്റാണ്. നമ്മളൊന്നും ചെയ്യുമ്പോഴും വീട്ടുകാർ പറയാം അങ്ങനെ ചെയ്യിപ്പിക്കരുതെന്ന് പറയും. പക്ഷെ നമ്മള് വേണ്ടി ചെയ്യാറില്ല. ഇല്ല. പിന്നെ വേറെ കുറെ കണ്ട കമന്റ്സ് എന്താ, ശരിക്കും നിങ്ങക്ക് വീഡിയോ ക്രിയേഷൻ അല്ലാണ്ട് എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ജാനി ഒരു 1ാം ക്ലാസ് ഒക്കെ ആയിട്ടേ പോണുള്ളൂ. അതെന്താ? ജാനിയുടെ ചൈൽഡ്ഹുഡ് ഫുള്ളും സെറ്റ് ആക്കിയിട്ടേ പോണുള്ളൂ. അത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, പ്രഗ്നന്റ് ഞാൻ പറഞ്ഞു. എന്നുവെച്ചാ എന്താ അവളെ കുട്ടിക്കാലം ഫുള്ളും ഒന്ന് എക്സ്പ്ലോർ എന്റെ കൂട്ടുകാരൊക്കെ ഗൾഫിലേക്ക് പോയി. അപ്പൊ എന്നെ വിളിച്ചായിരുന്നു. അപ്പൊ അവര് പറയാം അവരെ കൊച്ചിന്റെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് ജാനിയുടെ കൂടെ നടന്ന എല്ലാം കണ്ടിട്ട് ഇപ്പൊ ഞാൻ ജോലി നിർത്തി. 2 വർഷം കൊണ്ട് വീട്ടിൽ തന്നെ. ഞാനും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇവിടെ കാര്യത്തിനായാലും അമ്മയ്ക്ക് ഷോപ്പുണ്ട്, ചേട്ടൻ്റെ അമ്മയ്ക്കായാലും. ഇവിടെ തീരെ ചെറുതായിരുന്നപ്പോഴും അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇടയ്ക്ക് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത്. വീട്ടുകാര്യങ്ങളായാലും അമ്മ പോകുമ്പോൾ പിന്നെ വീട്ടിലെ കാര്യങ്ങളായാലും ഇവിടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചേട്ടനും കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അവളെ കാര്യം നോക്കാനായാലും നമ്മളെ നോക്കുമ്പോൾ വീട്ടുകാരും നോക്കൂല. എത്ര നല്ല സ്നേഹബന്ധമായിരുന്നാലും അച്ഛനമ്മയെ നോക്കുമ്പോൾ ആരായിരുന്നു. അപ്പൊ എങ്ങനെ ചെലവൊക്കെ? ചെലവ് ആ സമയത്ത് കുറെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അതിന്റെ മന്ത്ലി റവന്യൂ വന്നുകൊണ്ടിരിക്കും. പിന്നെ പ്രൊമോഷൻസ് അങ്ങനെ അപ്പം മാസം ഏകദേശം എത്ര വരുന്നുണ്ട് റവന്യൂ ഒക്കെ? പറയാൻ പാടില്ലല്ലോ. ഒരു 5-6 ലക്ഷം. ഇതൊക്കെ വാടക എടുത്തോണ്ടോ? എന്നാലും ഒരു 2-3 ലക്ഷം. മൊത്തത്തില് യൂട്യൂബ് മാത്രമല്ല റവന്യൂ, പ്രൊമോഷൻസ് അങ്ങനെ എല്ലാം കൂടെ അത്യാവശ്യം ജീവിക്കാൻ തട്ടിമുട്ടി.
കോടികൾ വേണം ഒരു മാസം തട്ടിമുട്ടി. എത്ര വേണം ഒരു മാസം തട്ടിമുട്ടിയും ജീവിക്കാൻ? നമുക്ക് വലിയ ചിലവൊന്നുമില്ല. ആ നമ്മൾ കൂടുതൽ എക്സ്പെൻസ് ആവുന്നത് ഇവിടെ കാര്യത്തിലാണ്, നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ വാങ്ങിക്കുന്നതും. നമുക്ക് 150 ചെരുപ്പ്, അവർക്ക് 3000 ചെരുപ്പ്, അയ്യോ നമുക്ക് 100 വാച്ച്. എപ്പോഴും ബെസ്റ്റ് ആയിരിക്കണം, അത് മാത്രമേ നോക്കാം. അവർക്ക് മാത്രമേ ഇറങ്ങുള്ളൂ, ബാക്കി നമ്മളല്ല. നമ്മുടെ ചിലവൊക്കെ ഇപ്പൊ കുറഞ്ഞു സത്യം പറഞ്ഞ. ചിലവുണ്ട്. വൈകുന്നേരം ഡെയിലി ഒരു ചായ വാട, അത് നമ്മൾ 3 ഡെയിലി പോകും. വാട ഇപ്പോഴും വിട്ടിട്ടില്ല അല്ലേ? എക്സ്ട്രാ ഉണ്ട്. കണ്ട എനിക്ക് പറയാൻ കഴിയും. അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ആമ്പിള്ളേർക്ക് അവരുടെ ഫസ്റ്റ് ലവറിനെ മറക്കാൻ പറ്റില്ല. ഇല്ല ഇല്ല, ആ കുട്ടിയുടെ പേരാണോ ജാനി? അല്ല അയ്യേ